പ്രൈസ് ലോർഡ്. അപ്പോസ്തല പ്രവൃത്തികൾ തുടർ പഠനം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 28 അധ്യായങ്ങളുണ്ട്. ഇതിൽ 2 പ്രധാന കഥാപാത്രങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. ആദ്യത്തെ 12 അധ്യായങ്ങളിൽ അപ്പോസ്തലനായ പത്രോസും പിന്നെ 13 മുതൽ 28 വരെയുള്ള അധ്യായങ്ങളിൽ അപ്പോസ്തലനായ പൗലോസുമാണ്. ആദ്യത്തെ 12 അധ്യായങ്ങളിൽ പ്രധാനപ്പെട്ട ആൾ പത്രോസാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ തന്നെ 9ാമത്തെ അധ്യായത്തിലാണ് പൗലോസിൻ്റെ വരവ്. എന്നാലും പ്രധാനപ്പെട്ട പത്രോസിൻ്റെ മിനിസ്ട്രി ആദ്യത്തെ 12 അധ്യായങ്ങളിലാണ്. പിന്നീട് 13 മുതലുള്ള അധ്യായങ്ങളിൽ പൗലോസ് അപ്പോസ്തലനെയാണ് നമ്മൾ കാണുന്നത്. ഇവർ ഇരുവരുമാണ് പ്രധാനപ്പെട്ട ആളുകളായി ലൂക്കോസ് അപ്പോസ്തല പ്രവൃത്തികളിൽ വിവരിച്ചിരിക്കുന്നത്. എല്ലാവരും എഴുതിയെടുക്കുക. 1ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. അപ്പം നിങ്ങളെ കയ്യിൽ ബൈബിൾ ഉണ്ടെന്ന്, നോട്ട്ബുക്കും പേനയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആദ്യത്തെ ദിവസം ഞാൻ പറഞ്ഞിരുന്നു. തെയോഫിലോസേ, ഞാൻ എഴുതിയ 1ാമത്തെ ചരിത്രം യേശു തിരഞ്ഞെടുത്ത അപ്പോസ്തലന്മാർക്ക് പരിശുദ്ധ ആത്മാവിനാൽ കൽപ്പന കൊടുത്തിട്ട് ആരോഹണം ചെയ്ത നാൾ വരെ അവൻ ചെയ്തും ഉപദേശിച്ചും തുടങ്ങിയ സകലത്തെയും കുറിച്ച് ആയിരുന്നുവല്ലോ. ആ 1ാമത്തെ വാക്യം ദയവായി നിങ്ങൾ ഒന്നുകൂടെ ശ്രദ്ധിക്കുക. തിയോഫിലോസിനോട് ലൂക്കോസ് ഈ വിഷയം എഴുതി തുടങ്ങുമ്പോൾ താൻ പറയുന്നത്, യേശു തിരഞ്ഞെടുത്ത അപ്പോസ്തലന്മാർക്ക് പരിശുദ്ധ ആത്മാവിനാൽ കൽപ്പന കൊടുത്തിട്ട് ആരോഹണം ചെയ്ത നാൾ വരെ അവൻ ചെയ്തും ഉപദേശിച്ചും തുടങ്ങിയ സകലത്തെയും കുറിച്ച് ആയിരുന്നുവല്ലോ. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ സമ്മറിയാണ് ഇവിടെ ഈ അപ്പോസ്തല പ്രവൃത്തിയുടെ ആരംഭത്തിൽ ലൂക്കോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവമക്കളെ ശ്രദ്ധിച്ചാൽ, അപ്പോസ്തല പ്രവൃത്തി എന്ന ഒരു ബുക്ക് ഉണ്ടായിരുന്നില്ല എങ്കിൽ സുവിശേഷം കഴിഞ്ഞിട്ട് പെട്ടെന്ന് റോമാലേഖനത്തിലേക്ക് വരുമ്പോൾ ആളുകൾക്ക് ഇത് മനസ്സിലാവുക പോലുമില്ല. എങ്ങനെയാണ് സഭ റോമിലെത്തിയത്? അതുകൊണ്ട് ഈ പുസ്തകത്തിലെ ആദ്യത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ, സുവിശേഷങ്ങളും ലേഖനങ്ങളും തമ്മിൽ ഒരു ബ്രിഡ്ജാണ് അപ്പോസ്തല പ്രവൃത്തികളെന്ന് മനസ്സിലാക്കുവാനേ കഴിയും. സുവിശേഷങ്ങളിൽ എഴുതിയിരിക്കുന്ന വിശേഷാൽ ലൂക്കോസ് സുവിശേഷത്തിൽ അവതരിപ്പിച്ച കാര്യമാണ് അദ്ദേഹം ഇവിടെ പറയുന്നത്. ഞാൻ എഴുതിയ 1ാമത്തെ ചരിത്രം, അതാണ് ലൂക്കോസിൻ്റെ സുവിശേഷത്തെക്കുറിച്ച് അദ്ദേഹം പറയുകയാണ്. യേശു തിരഞ്ഞെടുത്ത അപ്പോസ്തലന്മാർക്ക് പരിശുദ്ധാത്മാവിനാൽ കൽപ്പന കൊടുത്തിട്ട് ആരോഹണം ചെയ്ത നാൾ മുതൽ അവൻ ചെയ്തും ഉപദേശിച്ചും തുടങ്ങിയ സകലത്തെയും കുറിച്ച് ആയിരുന്നുവല്ലോ. അവിടെ പ്രധാനപ്പെട്ടൊരു കാര്യം ഞാൻ ചൂണ്ടിക്കാണിക്കാം. സുവിശേഷത്തിൽ യേശു തുടങ്ങിയ കാര്യങ്ങളായിരുന്നു. അപ്പോസ്തല പ്രവർത്തികളിൽ അതേ യേശു തൻ്റെ ആത്മാവിനാൽ തുടരുന്ന കാര്യങ്ങളാണ്. മറ്റോ തുടങ്ങി, ഇപ്പോൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ആ കാര്യമാണ് അപ്പോസ്തല പ്രവർത്തികളെന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. പ്രിയ സഹോദരങ്ങളെ, ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു കാര്യത്തെ കൊണ്ടുവരികയാണ്. ക്രിസ്ത്യാനിറ്റിയെ മറ്റ് മതങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കി നിർത്തുന്ന ധാരാളം കാര്യങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് യേശു ക്രിസ്തു മരിച്ച് അടക്കപ്പെട്ടു അങ്ങനെ തീർന്നു പോയില്ല. അവിടുന്ന് ഉയർത്തെഴുന്നേറ്റു, സ്വർഗാരോഹണം ചെയ്തു, പരിശുദ്ധാത്മാവിനെ അയച്ചു. ക്രിസ്തുവിൻ്റെ ആത്മാവിനാൽ ഇന്നും ദൈവ മക്കൾ കർത്താവിൻ്റെ പ്രവൃത്തി തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അത് കർത്താവ് തൻ്റെ ആത്മാവിനാൽ ഇന്നും ദൈവസഭയിൽ ഇറങ്ങി വന്ന് ദൈവസഭയിലൂടെ ലോകത്ത് എമ്പാടും പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു ചിന്തയാണ്. അപ്പോൾ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ കർത്താവ് തൻ്റെ ഐഹിക ശരീരത്തിൽ ആത്മാവിനാൽ കർത്താവ് ഈ ഐഹിക ശരീരത്തിലൂടെ ചെയ്തെടുത്ത കാര്യങ്ങളെ ലൂക്കോസ് രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ അപ്പോസ്തല പ്രവൃത്തികൾ വരുമ്പോൾ കർത്താവ്
തൻ്റെ ആത്മാവിനാൽ ആത്മീയ ശരീരമാകുന്ന സഭയിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് അപ്പോസ്തല പ്രവൃത്തികൾ. അപ്പോൾ ലൂക്കോസിൻ്റെ സുവിശേഷം അപ്പോസ്തല പ്രവൃത്തികളും തമ്മിൽ വളരെ ബന്ധമുണ്ട്. സുവിശേഷങ്ങൾ ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ ലേഖനങ്ങൾ തമ്മിൽ ഒരു ബ്രിഡ്ജ് കൂടെയാണ് അപ്പോസ്തല പ്രവൃത്തികൾ. മറ്റൊരു ചിന്ത കൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽ ഈ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ കൊണ്ടുവരികയാണ്. ആ വാക്ക് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു. ഒന്നുകൂടെ ഞാൻ വായിക്കാം. തിയോഫിലോസേ, ഞാൻ എഴുതിയ ഒന്നാമത്തെ ചരിത്രം യേശു തിരഞ്ഞെടുത്ത അപ്പോസ്തലന്മാർക്ക് പരിശുദ്ധ ആത്മാവിനാൽ കൽപ്പന കൊടുത്തിട്ട് ആരോഹണം ചെയ്ത നാൾ വരെ അവൻ ചെയ്തും ഉപദേശിച്ചും തുടങ്ങിയത്. യേശുവിൻ്റെ ശുശ്രൂഷ ഒന്ന് ശ്രദ്ധിച്ച്. ലൂക്കോസിൻ്റെ സുവിശേഷം പറയുന്നത് ചെയ്തും ഉപദേശിച്ചും. പുതിയ നിയമ ശുശ്രൂഷയുടെ ഒരു പാറ്റേൺ അവിടെ വളരെ വ്യക്തമാണ്. കേവലം ഉപദേശം മാത്രമല്ല പുതിയ നിയമ ശുശ്രൂഷ. ഇത് രണ്ടും കൂടെ ചേർന്ന് പോകുന്നതാണ് പുതിയ നിയമ ശുശ്രൂഷ. അതിന് ധാരാളം തെളിവുകൾ ദൈവവചനത്തിൽ ഉണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷം 24:19 കർത്താവ് അവിടുന്ന് ചെയ്യുകയും ചെയ്തു, ഉപദേശിക്കുകയും ചെയ്തു. പരിശുദ്ധ ആത്മാവിൻ്റെ ശക്തമായ ഡെമോൺസ്ട്രേഷൻ യേശു കർത്താവിന് മിനിസ്ട്രിയിൽ ഉണ്ടായിരുന്നു. ഇന്ന് ദൈവസഭയിൽ അത് ഉണ്ടാകണം. അപ്പോൾ തന്നെ ഉപദേശമുണ്ടായിരുന്നു, ദൈവത്തിൻ്റെ വചനമുണ്ടായിരുന്നു. ഇന്നും ഉപദേശവും ദൈവസഭയിൽ വേണം. ഇത് രണ്ടും കൂടെ ഒരുമിച്ച്, രണ്ട് പക്ഷിയുടെ രണ്ട് ചിറക് എന്നതുപോലെ വളരെ ബാലൻസ്ഡ് ആയിട്ട് പോകണം. സ്തോത്രം, ഹല്ലേലൂയ. അതാണ് പരിശുദ്ധാത്മാവിന്റെ ശുശ്രൂഷ. രണ്ടും പരിശുദ്ധാത്മാവിനാലാണ്. മത്തായിയുടെ സുവിശേഷം 4-ാമത്തെ അധ്യായത്തിൻ്റെ 23-24 വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ യേശുവിൻ്റെ പുതിയ നിയമ മിനിസ്ട്രിയെക്കുറിച്ച് നമുക്ക് ഇങ്ങനെ ചിന്തിക്കുന്നതിൽ തെറ്റില്ല. പ്രസംഗമുണ്ടായിരുന്നു, ഉപദേശമുണ്ടായിരുന്നു, രോഗസൗഖ്യമുണ്ടായിരുന്നു. പ്രീച്ചിങ്, ടീച്ചിങ്, ഹീലിംഗ്. അപ്പോൾ ഒരു സൈഡ് അല്ലായിരുന്നു കർത്താവിൻ്റെ ആ ശുശ്രൂഷ ഒരു സൈഡ് ആയിരുന്നില്ല. നമുക്ക് കോപ്പി ചെയ്യാനുള്ള കർത്താവിൻ്റെ ശുശ്രൂഷയാണ്. ദൈവസഭ ഇന്ന് കർത്താവിൻ്റെ പുതിയ നിയമ ശുശ്രൂഷയാണ് വാസ്തവത്തിൽ ഇന്ന് ഭൂമിയിൽ നമ്മൾ ദൈവമക്കൾ നടപ്പിലാക്കാനുള്ളത്. അതിനായിട്ടാണ് പരിശുദ്ധാത്മാവിനെ ദാനമായി ഓരോരുത്തരുടെ മേലും ദാനമായി കർത്താവ് തരുന്നത്. മറ്റൊരു വാക്യം ലൂക്കോസിന്റെ സുവിശേഷം 4:17 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവ് തൻ്റെ പുതിയ നിയമ ശുശ്രൂഷയെ അവിടെ വിവരിക്കുകയാണ്. അവിടെയും തൻ്റെ ശുശ്രൂഷ ഹോളി സ്പിരിറ്റിനാലാണ്. അത് രണ്ടും, ഉപദേശമുണ്ട്, അതുപോലെ തന്നെ വിടുതലിൻ്റെ ശുശ്രൂഷയുണ്ട്. ഇത് രണ്ടും കൂടെ ജനങ്ങളെ കേൾക്കുവാനും അവിടെ ജനങ്ങൾ വന്നു, രോഗസൗഖ്യം പ്രാപിക്കുവാനും വന്നു. അപ്പോൾ നോക്കൂ, ഈ ഒരു ഒന്നാമത്തെ വാക്യത്തിൽ അവൻ ചെയ്തും ഉപദേശിച്ചും തുടങ്ങിയ സകലത്തെയും കുറിച്ച് ആയിരുന്നുവല്ലോ. ഈ പാറ്റേൺ ചെയ്യുന്നതും ഉപദേശിക്കുന്നതുമായി ഈ പാറ്റേൺ ആണ് അപ്പോസ്തല പ്രവർത്തികൾ തുടർന്ന് നമ്മൾ പഠിക്കുമ്പോൾ പുതിയ നിയമസഭ ആവർത്തിച്ചു വന്നത്. ഈ കാലഘട്ടത്തിലെ സഭയ്ക്കും ഉള്ള ദൂത് ഇതാണ്. വൺ സൈഡ് അല്ല മിനിസ്ട്രി. പുതിയ നിയമ ശുശ്രൂഷയിൽ പരിശുദ്ധാത്മാവിനോട് ചേർന്നാണ് ശുശ്രൂഷിക്കാനുള്ളത്. ഇനി നമുക്ക് അടുത്ത ദിവസം പഠിക്കാം. അതിനായി പരിശുദ്ധാത്മാവ് വളരെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.